ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു സബാക്സ്. ഞാൻ എൽസ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വീണ്ടും ചന്ദേരി സിൽക്ക് ഫാബ്രിക്കിൽ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് കളേഴ്സിൽ വന്നേക്കുന്ന അടിപൊളിയായിട്ടുള്ള കുറച്ച് സ്യൂട്ട്സ് ആണ്. നമുക്ക് ഡെയിലി വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കളേഴ്സ് ഉണ്ട്. ആൻഡ് നിങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള വയലറ്റ് ഷെയ്ഡും ഉണ്ട് ഈ പ്രാവശ്യം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിട്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്തോളാം. വാട്സപ്പിന്റെ ലിങ്ക് ചെക്ക് ചെയ്യാൻ മറക്കരുത്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു മെറ്റീരിയലിനോട് താല്പര്യം ഇല്ലാത്തവർക്ക് ഇത് കുറച്ച് ബോറിംഗ് ആവുമെന്ന് എനിക്കറിയാം, പക്ഷെ ഒരുപാട് പേര് വെയിറ്റിംഗ് ആണ്. ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നു, 1-2 ഒക്കെ എടുത്ത് വെച്ചിട്ട് അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ എനിക്ക് ഇതെല്ലാം കൂടെ ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അടുത്ത് എടുക്കാനുള്ളവർ നമുക്ക് കാണിക്കാനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വീഡിയോ ഇടുക എന്നുള്ളതാണ്. അപ്പോൾ കുറേ പേര് വെയിറ്റിംഗ് ആയതുകൊണ്ട് ഞാൻ ഇന്നും ഈ ഒരു പാർട്ടിന് വേറെ മെറ്റീരിയൽസ് നമുക്ക് വന്നിരിക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് ചന്ദേരി സിൽക്ക് തന്നെ കാണിക്കാൻ കുറേ റിക്വസ്റ്റ് ഉള്ളതുകൊണ്ട് ഇന്ന് നമ്മൾ അതിൻ്റെ ഇതായിട്ടാണ്. ഇന്ന് വേറെ ആയിരുന്നു പ്ലാൻ ചെയ്തത് ആക്ച്വലി, പക്ഷേ കുറേ പേര് റിക്വസ്റ്റ് കാരണം ഇന്നും കൂടെ ഈ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്തോളാം. അപ്പോൾ നമുക്ക് കളക്ഷൻസ് തുടങ്ങാം. ഫസ്റ്റ് വൺ വന്നേക്കുന്നത് നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള റെഡാണ്. എക്സാക്ട്ലി ഒരു റെഡ് ഷെയ്ഡാണ് കേട്ടോ. എനിക്ക് നല്ല രസമുള്ളതാ. ഇങ്ങനെയാണ് പ്രിന്റ് പോയേക്കുന്നത്. നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് പ്രിന്റുകളാണ്. സട്ടിലായിട്ട് തന്നെ നിൽക്കുന്ന സിംഗിൾ ഷെയ്ഡ്. ഇങ്ങനത്തെ ബ്രൈറ്റ് ഷെയ്ഡ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇടാൻ പറ്റിയ, പാർട്ടി വെഡിങ് ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റുന്നത്. ഇങ്ങനത്തെ കളേഴ്സിലോട്ടൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം കല്യാണത്തിനൊക്കെ ഇടാമല്ലോ. അങ്ങനത്തെ ഒരു കളറാണ്, നല്ല റെഡ് കളറാണ്. ആൻഡ് ദുപ്പട്ട ഓൾസോ സെയിം റെഡ് കളറിൽ തന്നെ ഇങ്ങനെ വരുന്നു പ്രിന്റ്. അങ്ങനെ പ്രിന്റഡ് ആയിട്ട് വന്നേക്കുന്നു ദുപ്പട്ട. ആ റെഡിലേക്ക് ആ ഒരു ഗോൾഡൻ സെറി വർക്ക്, ചന്ദേരി സിൽക്കിന്റെ ആ ഒരു വീവും കൂടെ പോയിക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ആൻഡ് ബോട്ടം വന്നേക്കുന്നത് കോട്ടൺ ആണ്, റെഡ് കളറിലേക്ക് ഇങ്ങനെ എന്താണ് ഹാൻഡ് ബ്ലോക്ക് കൊണ്ട് വന്നേക്കുന്ന ഒരു ബോട്ടം ആണ് വന്നേക്കുന്നത്. ഇങ്ങനെയാണ് ഫുൾ സെറ്റിന്റെ ലുക്ക്. ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട. പ്രൈസ് വരുന്നത് 1980. കൂടുതലൊന്നും പറയണ്ടല്ലോ, അടിപൊളിയായിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. നല്ലൊരു എന്ത് ഗ്രീനാണ്, നല്ല രസമുള്ളൊരു എന്താ പറയുക, ഒരു പേസ്റ്റൽ ഗ്രീനിലേക്ക് തന്നെ ഒരു ഡാർക്ക് ഒരു ചെറിയൊരു ടോണും കൂടി കയറിയിട്ടുള്ള നല്ല രസമുള്ള ഗ്രീനാണ് കേട്ടോ. അതിലേക്ക് ആ ഒരു സിൽക്ക് ഫാബ്രിക്കിലായിരിക്കുമ്പോൾ നല്ലൊരു ടസറിൻ്റെ ഒക്കെ ഒരു ഫിനിഷിംഗ് ഉണ്ട്. നല്ല ഭംഗിയുള്ള 2.5 ആണ് ടോപ്പ് ഫാബ്രിക് വന്നേക്കുന്നത്. അതിനകത്തുള്ള ആ പ്രിന്റും ഭയങ്കര സട്ടിലായിട്ട് പോകുന്ന പ്രിന്റാണ്. എൻ്റെ ഒരു ടിൻറ്റ് ലൈറ്റർ ഷെയ്ഡിലേക്കാണ് എൻ്റെ പ്രിന്റ് പോയേക്കുന്നത്. ആൻഡ് ബോർഡേഴ്സിൽ ഇങ്ങനെ വരുന്നു ഗോൾഡൻ സറി ചന്ദേരി സിൽക്ക് വരുന്ന ബോർഡർ ഓൾസോ ഉണ്ട്. നല്ല നമ്മൾ ബ്രൈറ്റ് ആക്കുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. അടിപൊളിയായിട്ട് നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് ഈ വലിയ കല്ലും അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ലാത്തവർക്കൊക്കെ ഫംഗ്ഷൻ വെയർ ആയിട്ടും പിന്നീട് ഡെയിലി വെയർ ആയിട്ടും ഓഫീസിൽ പോകുമ്പോൾ ഒക്കെ ഇടാൻ പറ്റും. അങ്ങനത്തെ ഒരു ടൈപ്പാണിത്. ഇങ്ങനെ വരുന്നു ദുപ്പട്ട. നല്ല രസമല്ലേ കാണാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ കളറ്. ഇങ്ങനെ വരുന്നു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ്. ആൻഡ് ഇന്നത്തെ ഷെയ്ഡ്സ് എല്ലാം അടിപൊളിയാണ്, ഡാർക്ക് ഷെയ്ഡ്സ് ആണ് വന്നിരിക്കുന്നത്. ആൻഡ് ബോട്ടം വരുന്നത് ഇതാണ് കോട്ടൺ ഫാബ്രിക്കിൽ സെയിം കളറിൽ. ഇതിന് ബോട്ടത്തിന് ചെറിയ ഡിഫറൻസ് വരുന്നതെന്ന് വെച്ചാൽ ടോപ്പും ദുപ്പട്ടയും സിൽക്ക് ഫാബ്രിക് ആണല്ലോ, ബോട്ടം വരുന്നത് കോട്ടൺ ആണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ചെറിയൊരു ഡിഫറൻസ് ആണ് കേട്ടോ എല്ലാത്തിൻ്റെയും. നമ്മളിതിന് മുന്നേ ചെയ്തതിലൊക്കെ ആണെങ്കിലും വരുന്നത്. ഇങ്ങനെ വരുന്നു പ്രിന്റഡ് ആയിട്ട് വന്നേക്കുന്നു കോട്ടൺ ബോട്ടം. ഇങ്ങനെയാണ് ഫുൾ സെറ്റിന്റെ ലുക്ക്. പ്രൈസ് വരുന്നത് 1980. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡാർക്ക് ബ്ലൂ ആണ്. അതിലേക്ക് ഇതാ ബ്ലൂവിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലുള്ള ടീൽ ബ്ലൂ ഉണ്ട്, സ്കൈ ബ്ലൂ ഉണ്ട്, പേസ്റ്റൽ ബ്ലൂ ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലുള്ള ബ്ലൂവും പീച്ചും വൈറ്റും ഒക്കെ ആയിട്ടുള്ള ജാൾ ഡിസൈൻ പോലത്തെ പ്രിന്റുകളാണ് പോകുന്നത്. അടിപൊളിയായിട്ടുള്ളൊരു കളർ കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ ഏതോ ഒരു വീഡിയോയിൽ കമൻ്റ് ആയിട്ട് ഞാൻ കണ്ടിരുന്നു. ആരാ പറഞ്ഞത് ശ്രദ്ധിച്ചില്ല. ഞാൻ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എത്ര പ്രാവശ്യമാണ് അടിപൊളി അടിപൊളി എന്ന് പറയുന്നത് കൗണ്ട് ചെയ്യുന്നത്. കാരണം എല്ലാ സെറ്റ്സും അടിപൊളിയാണ്. അപ്പോൾ പിന്നെ അത് അടിപൊളിയാണെന്ന് പറയണ്ടേ, നിങ്ങളെ എനിക്ക് അറിയിക്കണ്ടേ അടിപൊളിയാണെന്നുള്ളത്. അതുകൊണ്ടാണ് ഇന്ന് റിപ്പീറ്റഡ്ലി അടിപൊളി അടിപൊളി എന്ന് പറയുന്നത് കേട്ടോ. ഇങ്ങനെ വരുന്നു ടോപ്പ്. ദുപ്പട്ട വന്നേക്കുന്നത് സെയിം എന്താ പറയണേ വൈറ്റ് കളറിൽ, നല്ലൊരു മേക്കി വൈറ്റ് ആണ്. അതിലേക്ക് ഇതാ ഇങ്ങനെ ജാൽ ഡിസൈൻ പോലെ ഫുള്ളി പ്രിന്റഡ് ആയിട്ടാണ് വന്നേക്കുന്നത്. നല്ല രസമുള്ള ഒരു സെറ്റാണ് കേട്ടോ. അതിൻ്റെ താഴെയായിട്ട് ഇതാ ടോപ്പിൻ്റെ കളറിൽ ആ ഒരു പാറ്റേണിലാണ് കൊടുത്തേക്കുന്നത്. ഇങ്ങനെ വരുന്നു. ഇതൊക്കെ നമുക്ക് നല്ല എല്ലാവർക്കും ചേരുന്ന ടൈപ്പാണ് ഇതെല്ലാം. എനിക്ക് കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എല്ലാവർക്കും എല്ലാ സ്കിൻ ടോൺസിനും ചേരും. ബോട്ടം വന്നേക്കുന്നത് വൈറ്റ് കളറിൽ പ്രിന്റഡ് ആയിട്ട് വരുന്നു. ഇങ്ങനെയാണ് ഫുൾ സെറ്റിന്റെ ലുക്ക്. നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രിന്റാണ്. നമ്മൾ ഇതുവരെ കാണിച്ചതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രിന്റാണ് വന്നേക്കുന്നത്. ഒരു ബത്തിക് പ്രിന്റ് ആണ് വന്നേക്കുന്നത്. അതിലേക്ക് ഇതാ ഡാർക്ക് ഒരു നേവി ബ്ലൂ, നല്ല ഡാർക്ക് ആയിട്ടുള്ള നേവി ബ്ലൂ. ഡാർക്ക് എന്ന് പറഞ്ഞാൽ സിൽക്കിൽ വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നല്ല രസമുള്ളൊരു ബ്ലൂ ആണ്. അതിലേക്ക് ഇതാ ഇങ്ങനെയാണ് പ്രിന്റ് വന്നേക്കുന്നത്. ബ്ലൂ ആൻഡ് റാണി പിങ്ക്. നമ്മൾ നേരത്തെ അല്ല ടസറിലൊക്കെ വരുന്ന ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ,
ഇതാ ഇങ്ങനെ വരുന്നു, ഫുള്ളി ഇങ്ങനെ. ഇപ്പൊ പഴയ ഇതാണ് കേട്ടോ, ഇപ്പൊ ബത്തീക് പ്രിന്റും ബാന്തിനി ഡിസൈനും ഒക്കെ ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആണ്. അജ്രക്ക് പോലെ തന്നെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടാണ് പോകുന്നത് ഇപ്പൊ ഇത്. ഇതാ ഇങ്ങനെ വരുന്നു ദുപ്പട്ട. വെറൈറ്റി ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ. ഇങ്ങനെ വരുന്നു, നല്ല കളറാണ്, നല്ല രസമുള്ളൊരു കളറാണ്. ഇങ്ങനെയാണ് ടോപ്പ് ആൻഡ് ദുപ്പട്ട വന്നിരിക്കുന്നത്. ബോട്ടം വരുന്നത് പ്ലെയിൻ ആണ്, പ്ലെയിൻ കോട്ടൺ ഫാബ്രിക്കിലേക്ക് ഇതാ ഇങ്ങനെ വരുന്നു. പിങ്ക് കളറിലാണ്, ഒരു ഇച്ചിരി ഡാർക്ക് ഒരു പിങ്ക് കളറിലാണ്. റെഡ് റാണി അല്ല, പക്ഷെ ലൈറ്റ് പിങ്കും അല്ലാത്തൊരു പിങ്കിലേക്കാണ്. ഇങ്ങനെയാണ് ഫുൾ സെറ്റിന്റെ ലുക്ക്. പ്രൈസ് വരുന്നത് 1980. അടുത്തതൊരു നല്ലൊരു സ്കൈ ബ്ലൂ, നല്ലൊരു പേസ്റ്റൽ ബ്ലൂ ആണ്. കറക്റ്റ് ആകാശത്തിലേക്ക് കാണുന്ന ഒരു ബ്ലൂ ഇല്ലേ, ആ ഒരു ബ്ലൂ ആണ് സ്കൈ ബ്ലൂ. അതിലേക്ക് ഇതാ വൈറ്റ് കളറാണ്. സ്കൈ ബ്ലൂ ആൻഡ് വൈറ്റ് അടിപൊളിയായിട്ടുള്ള നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡാണ് കേട്ടോ. ഞാൻ ഈ പേസ്റ്റൽ ഷെയ്ഡാണ് ഇട്ടേക്കുന്നതുകൊണ്ട് ഭംഗി മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല. അതെങ്ങനെ വരുന്നു, ഫുള്ളി ഇങ്ങനെ പ്രിന്റഡ് ആയിട്ടാണ് പോകുന്നത്. നല്ലൊരു എലഗന്റ് ആയിട്ടുള്ളൊരു പീസാണ് കേട്ടോ. ആൻഡ് ദുപ്പട്ട വരുന്നത് വൈറ്റ് കളർ ബേസ് വന്നിട്ട് സ്കൈ ബ്ലൂ കളറിലേക്ക് പ്രിന്റ് വരുന്നു. നല്ല രസമുള്ളൊരു ദുപ്പട്ടയുമാണ്. ഇങ്ങനെ വരുന്നു. അയ്യോ, നല്ല ഇറക്കമുള്ളൊരു ദുപ്പട്ട. 2.5 ഉണ്ട് ദുപ്പട്ട കേട്ടോ. ഇങ്ങനെയാണ് ദുപ്പട്ട വന്നേക്കുന്നത്. ഇങ്ങനെ വരുന്നു, നല്ല രസമല്ലേ, സിമ്പിൾ ആയിട്ടുള്ളൊരു പാറ്റേൺ. ആൻഡ് ബോട്ടം വന്നേക്കുന്നത് വൈറ്റ് കളറിൽ സ്കൈ ബ്ലൂ കളറിലുള്ള പ്രിന്റഡ് ആയിട്ട് പോയേക്കുന്നു. ഇങ്ങനെയാണ് ഫുൾ സെറ്റിന്റെ ലുക്ക്. നല്ല ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പ് ദുപ്പട്ടയാണ് കേട്ടോ. ഓഫീസ് ഗോയിങ് ആയിട്ടുള്ളവർക്കൊക്കെ നല്ല പിൻ ചെയ്തൊക്കെ വയ്ക്കാൻ പാകത്തിന് ആ ഒരു ഇതിലിരിക്കുന്ന ടൈപ്പ് ദുപ്പട്ടയുമാണ്. ഇങ്ങനെ വരുന്നു ഫുൾ സെറ്റിന്റെ ലുക്ക്. അടുത്തത് ഒരു ഗ്രീൻ ഷെയ്ഡാണ്, അടിപൊളിയായിട്ടുള്ള ഒരു ഗ്രീൻ. നല്ല രസമല്ലേ കാണാൻ. ഇത് ഒരു ലീഫ് ഗ്രീൻ ആണ് കേട്ടോ. അതങ്ങനെ വരുന്നു പ്രിന്റ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റുകളാണ് എല്ലാം പോയിരിക്കുന്നത്. ഈ പ്രാവശ്യത്തെ ഞാൻ പറഞ്ഞില്ല, എല്ലാം ഡാർക്ക് ഷെയ്ഡ്സും പേസ്റ്റൽ ഷെയ്ഡ്സും ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വരുന്നു. ദുപ്പട്ട ഓൾസോ സെയിം ആ ഒരു കളറിലാണ്. ദുപ്പട്ട വന്നിരുന്നത് ഇങ്ങനെയാണ്. നല്ല രസമുള്ള ഒരു ഗ്രീൻ ഷെയ്ഡിലേക്ക്, നല്ലൊരു എന്താ പറയുക, സിൽക്കിലേക്ക് ഈ ഒരു ഗ്രീൻ ഷെയ്ഡ്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് നല്ല രസമുണ്ട്. ഈ ടസറിന്റെ ഒക്കെ ആ ഒരു ലുക്ക് ഉണ്ട് കേട്ടോ. ഇങ്ങനെ വരുന്നു. എക്സാക്ട്ലി അങ്ങനെ എക്സ്പെക്ട് ചെയ്യരുത്, ആ ഒരു ലുക്കിലുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇങ്ങനെ വരുന്നു ദുപ്പട്ട. നല്ല ലെങ്ത് കൊണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ദുപ്പട്ടയാണ്. ബോട്ടം ഓൾസോ ഗ്രീൻ ഷെയ്ഡിലേക്ക്, നല്ലൊരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്നു. ഇങ്ങനെയാണ് ബോട്ടം പ്രിന്റ്. ഇങ്ങനെയാണ് ഫുൾ സെറ്റിന്റെ ലുക്ക്. പ്രൈസ് വരുന്നത് 1980. അടുത്തതൊരു നല്ലൊരു ലാവൻഡർ ഷെയ്ഡാണ്, നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡ്, നല്ല രസമുള്ള. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതിന്റെ വേറൊരു പ്രിന്റ് ഇട്ടുണ്ടായിരുന്നു, ഒന്ന് കുറേ പേര് ചോദിച്ചു വന്നിരുന്നു. ആ പ്രിന്റ് നമുക്ക് കിട്ടിയില്ല കേട്ടോ. അതാ ഇങ്ങനെ വരുന്നു. നല്ല രസമുള്ള ജാൽ ഡിസൈൻ പോകുന്നു. ഇങ്ങനെയാണ് ബോർഡേഴ്സ് വന്നേക്കുന്നത്. ഇങ്ങനെ വരുന്നു ടോപ്പ് ഫാബ്രിക്. ദുപ്പട്ട വരുന്നത് ഒരു ഗോൾഡനിഷ് ബേജ് ടോൺ ആണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ. നല്ല സോഫ്റ്റ്. ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ദുപ്പട്ടയാണ്. ഇങ്ങനെ വരുന്നു ദുപ്പട്ട. നല്ല ഭംഗിയുള്ളൊരു കോമ്പിനേഷൻ. ആ ഗോൾഡനിഷ് പേജും വയലറ്റും ഒരു ലാവൻഡർ ആണ്, നല്ലൊരു പേസ്റ്റൽ ലാവൻഡർ. ഇങ്ങനെയാണ് ദുപ്പട്ടയിലെ പ്രിന്റ്. നല്ല ഭംഗിയുള്ളൊരു സെറ്റ്. ബോട്ടം വന്നേക്കുന്നത് ഒരു ചെറിയൊരു പിങ്ക് മിക്സ് ആയിട്ടുള്ളൊരു ഓഫ് വൈറ്റ് കളറാണ്. അതിലേക്ക് ഇതാ ഇങ്ങനെ ലാവൻഡർ ഷെയ്ഡിൽ വന്നേക്കുന്നു. ഇങ്ങനെയാണ് ഫുൾ സെറ്റിന്റെ ലുക്ക്. പ്രൈസ് വരുന്നത് 1980. എല്ലാ ഫാബ്രിക്കും നമ്മൾ ഏത് കോട്ടനോ ഏത് ഫാബ്രിക് ചെയ്താലും ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന 2 കളേഴ്സാണ്, വയലറ്റും ഈ ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡും. ഇതാ ഇങ്ങനെ വരുന്നു. നല്ല ഡാർക്ക് ഒരു മെറൂൺ ആണ് കേട്ടോ. അതിലേക്ക് ഇതാ ഇങ്ങനെയാണ് പ്രിന്റ് വന്നേക്കുന്നത്. ബോർഡേഴ്സ് വരുന്നത് ഇങ്ങനെയാണ്. എല്ലാവരും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ നമ്മുടെ ഈ ഫാബ്രിക്കിൽ. ഇങ്ങനെ വരുന്നു ടോപ്പ്. കിട്ടിക്കഴിഞ്ഞിട്ട് എല്ലാവരും റിവ്യൂസ് ഒക്കെ ഇടുമ്പോഴേ നല്ല അടിപൊളി ഫാബ്രിക് ആണെന്ന് പറഞ്ഞാൽ എല്ലാവരും നല്ല റിവ്യൂസ് തരുന്ന ഒരു ഫാബ്രിക് ആണിത്. ഇതും ദാ നല്ല ഡാർക്ക് ആയിട്ടുള്ള മെറൂൺ ഷെയ്ഡിലേക്ക് വരുന്നു ദുപ്പട്ട. ഇങ്ങനെ വരുന്നു ദുപ്പട്ട. നല്ല രസമല്ലേ കാണാൻ ഷെയ്ഡ്. അത്യാവശ്യം നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ വരുന്നു. ബോട്ടം വന്നേക്കുന്നത് സെയിം കളറിൽ കോട്ടൺ ആണ് ബോട്ടം വന്നേക്കുന്നത്. ഇങ്ങനെ വരുന്നു
ഫുൾ സെറ്റിന്റെ ലുക്ക്. പ്രൈസ് വരുന്നത് 1980. നെക്സ്റ്റ് ഡാർക്ക് വയലറ്റ്. നല്ല ഡാർക്ക് വയലറ്റ് ആണ് കേട്ടോ. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള വയലറ്റ് ഷെയ്ഡാണ്. ഇതാ ഇങ്ങനെ വരുന്നു. വയലറ്റ് ഷെയ്ഡ് കൊണ്ടുവരാൻ കുറേ റിക്വസ്റ്റ് ഉണ്ട്. നമുക്ക് ഏത് ഫാബ്രിക് ഇട്ടാലും വയലറ്റ് ഷെയ്ഡിനാണ് പിടിച്ചു പറി. അപ്പോൾ അതാ ഇങ്ങനെ വയലറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെ വരുന്നു. ദുപ്പട്ട വന്നേക്കുന്നതും സെയിം കളറിൽ തന്നെ ഇങ്ങനെ ഡാർക്ക് ആയിട്ടുള്ള വയലറ്റ് ഷെയ്ഡിൽ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ആ സിൽക്ക് ഫാബ്രിക്കിലേക്ക് വയലറ്റ് വന്നപ്പോഴത്തേക്കും നല്ല രസമുണ്ട് കാണാൻ. ദുപ്പട്ട ഓൾസോ നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ വരുന്നു. ബോട്ടം വന്നേക്കുന്നതും നല്ല ഡാർക്ക് വയലറ്റ് ഷെയ്ഡിൽ കോട്ടൺ ഫാബ്രിക്കിൽ. ഇങ്ങനെയാണ് ഫുൾ സെറ്റിന്റെ ലുക്ക്. പ്രൈസ് വരുന്നത് 1980. നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ല രസമുള്ളൊരു ഗ്രീൻ കേട്ടോ. നല്ലൊരു എന്താ പറയുക, ഒരു ചെറിയൊരു എന്താ പറയണേ, പേസ്റ്റൽ ബ്ലൂ ആണ് ബേസ് കളർ വന്നേക്കുന്നത്. അതായത് ഗ്രീനിന്റെ ഡിഫറെന്റ് ഷെയ്ഡ്സ്, ലീഫ് ഗ്രീനും ഡാർക്ക് ബോട്ടിൽ ഗ്രീനും പിന്നെ ചോക്ലേറ്റ് ബ്രൗണും നല്ല രസമുള്ളൊരു കളറാണ് കേട്ടോ. നേരത്തെ വെച്ചിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കണ്ണാടിയിൽ നോക്കിയപ്പോൾ. അങ്ങനെ ആയിരുന്നു. ഓൾ ഓവർ ചാർട്ട് ഡിസൈൻ ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഓഫീസിലൊക്കെ ഇട്ടിട്ട് പോകാനായിട്ട് നല്ല കംഫർട്ടബിളും ആണ്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ്. ഒരുപാട് ഇങ്ങനെ പെട്ടെന്ന് ഉടഞ്ഞും പോകത്തില്ല. ഇങ്ങനെ വരുന്നു ദുപ്പട്ട. ഇങ്ങനെ വരുന്നു സെറ്റിന്റെ ലുക്ക്. ബോട്ടം വന്നേക്കുന്നത് കോട്ടൺ ആണ്. വൈറ്റ് കളറിൽ ഗ്രീൻ കളറിലുള്ള ഡാർക്ക് ബോട്ടിൽ ഗ്രീനും ലീഫ് ഗ്രീനും കളറിലുള്ള പ്രിന്റ് വന്നേക്കുന്നു. ഇങ്ങനെയാണ് ഫുൾ സെറ്റിന്റെ ലുക്ക് വരുന്നത്. പ്രൈസ് വരുന്നത് 1980. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിട്ട് നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്തോളാം. വാട്സപ്പിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ചെക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക. പുതിയ അടിപൊളി കളക്ഷൻസിനായിട്ട് വെയിറ്റ് ചെയ്യുക. അടിപൊളി കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.